ഹായ്, നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എഫിനെ പറ്റിയാണ്. എഫ് ഗ്രൂപ്പിലുള്ളത് ഹോളണ്ട്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ എന്നീ ടീമുകളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എഫ് എന്ന് പറയുന്നത്. ഹോളണ്ട് 3 തവണ ഫൈനലിൽ വന്നിട്ട് ഫൈനലിൽ തോറ്റിട്ടുള്ള ടീമാണ്. അതുപോലെ ജപ്പാൻ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ടീമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അതിന് കൂട്ടത്തിലുള്ളത് സ്വീഡനിൽ അത്യാവശ്യം നല്ല ഫയർ പവറുള്ളൊരു ടീമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. കൈക്കോറസ്, ഐസക് പോലുള്ള ടീമാണ്. പിന്നുള്ളത് ടുണീഷ്യ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഹോളണ്ടാണ് റാങ്കിങ്ങിൽ ഫസ്റ്റിലുള്ളത്, 7ാം സ്ഥാനത്താണ്. ജപ്പാൻ 18ാം സ്ഥാനത്താണ്. സ്വീഡൻ 38ാമതാണ്. ടുണീഷ്യ 44ാമതാണ്. ഇതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. വമ്പൻ ശക്തികളായിട്ടുള്ള ജപ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലോക ഫുട്ബോളിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഈ റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ മാച്ചസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇംഗ്ലണ്ടിനെ അവർ 1-0 വെംബ്ലിയിൽ വെച്ച് തോൽപ്പിച്ചു. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. സ്കോട്ട്ലൻഡിനെ 1-0 തോൽപ്പിച്ചു. ഘാനയെ 2-0 തോൽപ്പിച്ചു. ബ്രസീലിനെതിരെ 3-2 കംബാക്ക് വിൻ, അതായത് 2-0 ആയിരുന്നു, അതിന് 3-2 അവർ വിൻ ചെയ്തു. പിന്നെ പരാഗ്വേ 2-2 കളിച്ചു. 9 ഗോൾ അടിച്ചു, 4 ഗോൾ മാത്രം കൺസിഡർ ചെയ്തു. ഇത്രയും ഒരു നല്ലൊരു പെർഫോമൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ സ്പെയിനിനെ അവർ 2-1 തോൽപ്പിച്ചു. ജർമ്മനിയെ അവർ 2-1 തോൽപ്പിച്ചു. അവർ ക്രൊയേഷ്യക്കെതിരെ 1-1 വന്നിട്ട് പെനാൽറ്റിയിലാണ് തോറ്റുപോയത്. അപ്പം അവർ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടീമാണ്. ഇപ്പം ഏത് ടീമിന് വേണ്ടി അടിക്കാൻ പറ്റുന്നൊരു സ്ക്വാഡാണ് അവർക്കിപ്പോൾ ഉള്ളത്. അവരുടെ ഒട്ടുമിക്ക എല്ലാ പ്ലെയേഴ്സും ഇപ്പോൾ യൂറോപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. യൂറോപ്പിലെ വൻ ക്ലബ്ബുകളിലൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മിറ്റോമോ ഉണ്ടാകും എന്നുള്ളതാണ് സ്ക്വാഡിൽ പുതിയ അനൗൺസ്മെൻറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മിറ്റോമോ പരിക്ക് വിട്ടിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതല്ലാതെ കുബോ, കമാഡ, ഉവേഡ, ടനാക്ക, പിന്നെ നഗടോമോ, തോമിയാസു, വാത്തനാബെ, ഈ പ്ലേയേഴ്സ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സാണ്. യൂറോപ്പിലെ ടോപ്പ് ക്ലബ്ബുകളിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ചാമ്പ്യന്മാരായിട്ട് പോകാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ടീം എന്ന് പറയുന്നത് നെതർലാൻഡ്സാണ്. നെതർലാൻഡ്സിൻ്റെ സ്ക്വാഡ് അടിപൊളി സ്ക്വാഡാണ്. കഴിഞ്ഞ ദിവസം അവർ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പം എല്ലാ താരങ്ങളും ഉള്ള സ്ക്വാഡാണ്. വാൻ ഡൈക്ക് നയിക്കുന്ന ഡിഫൻസ് നിരയും ഗാക്പോയും ഒക്കെ നയിക്കുന്ന, പിന്നെ ഡിയോങ്ങും ഒക്കെ ഉള്ള അടിപൊളി സ്ക്വാഡാണുള്ളത്. അവർ ഇപ്പോൾ ആരെങ്കിലും തോൽപ്പിക്കാൻ പറ്റുന്നൊരു സ്ക്വാഡാണ് ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ വർഷം നമുക്കറിയാം ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെ 2-2 സമനില വന്നിട്ട് 3-4 പെനാൽറ്റിയിലാണ് തോറ്റത്. 2018 ക്വാളിഫൈ ചെയ്തില്ല. അപ്പോൾ ഈ വർഷം അവർ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള റണ്ണേഴ്സ് അപ്പ് എന്നുള്ളത് വിന്നേഴ്സ് ആക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും ഉള്ളത്. മെംഫിസ് ഡിപ്പേ ഉണ്ട്, അതുപോലെ റെയിൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഉള്ളൊരു സ്ക്വാഡാണ് ഇത്തവണ വരുന്നത്. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ വളരെ താഴ്ന്നിരിക്കുന്ന കൊസോവയ്ക്കെതിരെ 2-0 1-0 തോറ്റിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തൊരു സംഭവമാണ്. ഗൈക്കോറസ് ഉണ്ട്, ഐസക് ഉണ്ട്, അങ്ങനെ ഇലാങ്കയുണ്ട്, ആൻ്റണി ഇലാങ്കയുണ്ട്. അങ്ങനെ കുറേ നല്ല പ്ലെയേഴ്സ് ഉള്ളൊരു സ്ക്വാഡാണ്. എങ്കിൽ പോലും അവർ ആ ഒരു തോൽവി എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ഒരടിയായിരുന്നു. അവരുടെ മത്സരങ്ങൾ വരുന്നത്, ഈ ഗ്രൂപ്പിൽ മത്സരങ്ങൾ വരുന്നത്, ഫസ്റ്റ് മത്സരം നെതർലൻഡ്സും ജപ്പാനും കൂടിയാണ്. മിക്കവാറും ആ മത്സരത്തിൽ നെതർലൻഡ്സ് 2-1 ജയിക്കാനാണ് സാധ്യത. അതേപോലെ സെക്കൻഡ് മത്സരം സ്വീഡൻ ടുണീഷ്യ മത്സരമാണ്. സ്വീഡൻ ടുണീഷ്യ 2-0 ടുണീഷ്യ തോക്കാനാണ് സാധ്യത. പക്ഷേ ടുണീഷ്യ കഴിഞ്ഞ വർഷം ഫ്രാൻസിനെ 1-0 തോൽപ്പിച്ചതാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ. അവർ ഗ്രൂപ്പ് റൗണ്ടിലല്ലാതെ മുമ്പിലോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല. അതുപോലെ സെക്കൻഡ് ഇതിൽ പറയുമ്പോഴത്തേക്ക് ഹോളണ്ട് സ്വീഡൻ 1-0 സ്വീഡനെ തോൽപ്പിക്കാനാണ് സാധ്യത. പിന്നെ ടുണീഷ്യ ജപ്പാൻ മത്സരത്തിൽ ജപ്പാൻ എന്തായാലും വിജയിക്കും, 2-0 വിജയിക്കും. പിന്നെ മൂന്നാമത്തെ മാച്ച് ഡേയിൽ ജപ്പാൻ വേഴ്സസ് സ്വീഡൻ മത്സരത്തിൽ ജപ്പാൻ ജയിക്കാനുള്ള സാധ്യത 2-0 ജയിക്കും, അല്ലെങ്കിൽ 3 അടിക്കും. ടുണീഷ്യ ഹോളണ്ട് മത്സരത്തിലാണെന്നുണ്ടെങ്കിൽ ഹോളണ്ട് ഏറ്റവും കുറഞ്ഞത് 3 അടിക്കും. അതാണ് അവരുടെ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഹോളണ്ട് 3 മത്സരം ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലോട്ട് പോകാനാണ് സാധ്യത. ജപ്പാൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമതായിട്ട് കയറി പോകും 6 പോയിൻറ്റ്സുമായിട്ട്. സ്വീഡൻ മൂന്നാമതായിട്ടും കയറി പോകാനാണ് സാധ്യതയുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.